ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര ലോജിക്കലാണെന്നാണ്. പക്ഷേ റിയാലിറ്റി അതല്ല. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും മറ്റൊരാൾ എന്ത് തീരുമാനം എടുക്കുമെന്ന പ്രഡിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗെയിം തിയറി. പേര് കേൾക്കുമ്പോൾ തന്നെ ഗെയിംസിനെ കുറിച്ചുള്ള തിയറിയാണെന്ന് തോന്നും. ചെസ്, ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊന്നുമല്ല. ഗെയിം തിയറി എന്നത് ജീവിതത്തിൽ മറ്റൊരാളുടെ ആക്ഷൻസ് കണക്കിലെടുത്ത് നമ്മൾ എങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പവർഫുൾ ഫ്രെയിം വർക്കാണ്. സൈക്കോളജി, എക്കണോമിക്സ്, ബിസിനസ് നെഗോഷിയേഷൻ എല്ലായിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ളവരും എതിരെ വരുന്നവരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രാഫിക് ബ്ലോക്ക് മൂവ് ചെയ്യാൻ കഴിയുക. നിങ്ങൾ മാത്രം പെർഫെക്റ്റായി ഡ്രൈവ് ചെയ്താൽ പോരാ. എല്ലാവരുടെയും ഡിസിഷൻസുകളാണ് ആ ബ്ലോക്ക് ക്ലിയർ ആക്കുന്നത്. ഇതുതന്നെയാണ് ഗെയിം തിയറിയുടെ ഏറ്റവും ബേസിക് ഐഡിയ. കാരണം ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത്. ബിസിനസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ജോബ് ആയാലും ഓരോ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാകും. സ്മാർട്ടായിട്ടുള്ള ആളുകൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് മുന്നിലുള്ള ആൾ എന്ത് ചെയ്യും എന്നുള്ളത് കൂടെ ചിന്തിക്കും. ഇനി ഗെയിം തിയറിയിൽ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് പറഞ്ഞുതരാം. സീറോ സം ഗെയിം. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിക്കണമെങ്കിൽ നീ തോൽക്കണം. എക്സാമ്പിൾ ഫുട്ബോൾ മാച്ച്. ഇവിടെ ഒരു ടീം ജയിച്ചാൽ മറ്റേ ടീം ഉറപ്പായിട്ടും തോക്കും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സീറോ സം ഗെയിമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവൻ വിജയിച്ചാൽ ഞാൻ തോറ്റു, അവൻ്റെ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് കുറയും, അവൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് ഇല്ല. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള മൈൻഡ് സെറ്റാണ്. കംപ്ലീറ്റ്ലി റോങ്. കാരണം ജീവിതത്തിലെ 90% ഓഫ് ദി സിറ്റുവേഷൻസും നോൺ സീറോ സം ഗെയിംസാണ്. അതായത് രണ്ട് പേർക്കും ഒരുമിച്ച് ജയിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ്. ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. ഒരാളുടെ സ്കില്ല്, മറ്റൊരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ് ഗ്രോ ചെയ്താൽ രണ്ടുപേരും വിൻ ചെയ്യും. മാരേജും റിലേഷൻഷിപ്പ് ഇതുപോലെയാണ്. അവിടെ ഞാൻ ജയിച്ചു നീ തോറ്റു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. ആർഗ്യുമെൻറ്റ് ചിലപ്പോൾ ജയിച്ചേക്കാം, പക്ഷേ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയിരിക്കും. ലുക്ക്, ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാം. മനുഷ്യൻ എപ്പോഴും പണത്തിന് വേണ്ടിയോ പ്രോഫിറ്റിന് വേണ്ടിയോ ആണോ തീരുമാനങ്ങൾ എടുക്കുന്നത്? അല്ല എന്ന് ഞാൻ തെളിയിക്കുന്ന ഒരു കിടിലൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അൾട്ടിമേറ്റ് ഗെയിം. ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ വെറുതെ തരുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ടൊരു കണ്ടീഷൻ വയ്ക്കുന്നു. ഈ 10,000 രൂപ നിങ്ങളും പൂർണ്ണമായി അപരിചിതനായ ഒരാൾക്കും, അയാളെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, ഷെയർ ചെയ്യണം. എത്ര രൂപ വീതം എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കാണുള്ളത്. നിങ്ങൾക്ക് 5,000 എടുക്കാം, അല്ലെങ്കിൽ 9,000 നിങ്ങളെടുത്തിട്ട് 1,000 എക്സിന് കൊടുക്കാം. ബട്ട് ദർ ഇസ് എ മേജർ ട്വിസ്റ്റ്. നിങ്ങൾ പറയുന്ന ഓഫർ എക്സ് അക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ രണ്ടു പേർക്കും പണം കിട്ടൂ. എക്സ് ആ ഓഫർ റിജക്റ്റ് ചെയ്താൽ രണ്ടു പേർക്കും ഒറ്റ പൈസ പോലും കിട്ടില്ല. പണം ഞാൻ തിരികെ വാങ്ങിക്കും. ഇനി ലോജിക്കലായി ചിന്തിച്ചാൽ നിങ്ങൾ 9,000 രൂപ എടുത്ത് എക്സിന് വെറും 1,000 രൂപ ഓഫർ ചെയ്തു എന്ന് കരുതുക. എക്സ് അത് അക്സെപ്റ്റ് ചെയ്യണ്ടേ? കാരണം റിജക്റ്റ് ചെയ്താൽ അയാൾക്ക് 0 റുപ്പീസാണ് കിട്ടുക. അക്സെപ്റ്റ് ചെയ്താൽ വെറുതെ 1,000 റുപ്പീസ് കിട്ടും. പക്ഷേ ലോകമെമ്പാടും ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ റിസൾട്ട് വളരെ ഷോക്കിംഗ് ആയിരുന്നു. എപ്പോഴൊക്കെ രണ്ടാമത്തെ വ്യക്തിക്ക് 20% താഴെ ഓഫർ കിട്ടിയോ അപ്പോഴൊക്കെ അയാൾ ഓഫർ വലിച്ചെറിഞ്ഞു. രണ്ടു പേർക്കും ഒന്നും കിട്ടണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ ഈഗോയും ഫെയർനെസ്സും ഒക്കെ പുറത്തു വരുന്നത്. അവനത് എന്നേക്കാൾ വലിയ ആളാണോ? അവനൊരു 9,000 എടുത്തിട്ട് എനിക്ക് 1,000 രൂപയിലാകെ തന്നുള്ളൂ, ഇനി ഈ കാശ് എനിക്ക് വേണ്ട. അവൻ 9,000 കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനിത് റിജക്റ്റ് ചെയ്യും. ഇതാണ് മനുഷ്യൻ്റെ ശരിക്കുമുള്ള സൈക്കോളജി. റിയൽ ലൈഫിൽ നമ്മളിത് എപ്പോഴും കാണുന്നതാണ്. സാലറി നെഗോഷിയേഷൻ. ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടി 50,000 സാലറി തരാമെന്ന് പറയണു. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയത് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പെട്ടെന്നാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളെക്കാട്ടിലും എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾക്ക് കമ്പനി 70,000 റുപ്പീസ് സാലറി കൊടുക്കാൻ പോവുകയാണെന്ന്. അതോടുകൂടി നിങ്ങളുടെ ആ സന്തോഷം അങ്ങ് ഇല്ലാണ്ടാവും. ആ 50,000 രൂപ വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നും. ലോജിക്കലായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സാലറിയിൽ നിന്ന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ തോന്നുന്ന അൺഫെയർനെസ് നമ്മളെ കൊണ്ട് ഇല്ലോജിക്കൽ തീരുമാനങ്ങൾ എടുപ്പിക്കും. സോ ഫ്രം ഗെയിം തിയറി നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, എപ്പോഴും മറ്റുള്ളവരുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കാൻ പഠിക്കാം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞാനിത് ചെയ്താൽ മുന്നിൽ നിൽക്കുന്ന ആൾ എന്തു ചെയ്യും, അയാളുടെ പ്രോഫിറ്റ് എന്താണെന്ന് ചിന്തിക്കുക. നമ്പർ 2, കോപ്പറേഷൻ. എപ്പോഴും നമ്മളെ സ്വാർത്ഥത വിജയത്തിലേക്ക് നയിക്കില്ല.
ബിസിനസ്സിൽ കോമ്പറ്റീഷൻ നശിപ്പിക്കാൻ വേണ്ടി രണ്ട് പേർക്കും ഗുണകരമായ രീതിയിൽ എങ്ങനെ ആ മാർക്കറ്റ് ഷെയർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. എപ്പോഴും ഒരു വിൻ വിൻ ഫീൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾ എത്ര ലോജിക്കലായി സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല, അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കില്ല. ആൻഡ് ഫൈനലി പ്ലേ ദ ഇൻഫിനിറ്റ് ഗെയിം. പെട്ടെന്നുള്ള ലാഭങ്ങൾക്ക് പിന്നാലെ പോകാതെ ദീർഘകാലം നിലനിൽക്കുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. നാളെ ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഇന്നത്തെ വലിയ വിശ്വാസം തകർക്കാതിരിക്കുക. I will come up with the next video. Thanks for watching.